1 ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് μ1' കിട്ടി. μ1' തന്നെയാണ് നമ്മുടെ മീൻ. മീൻ എന്ന് പറയുന്നത് എന്താണ് കിട്ടിയത്? ബി പ്ലസ് എ അല്ലെങ്കിൽ എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 അല്ലേ? μ2' കണ്ടുപിടിച്ചിരുന്നു. μ2' r = 2. ഈ എക്സ്പ്രഷനില് ആറിനെ നമ്മൾ 2 എന്നിട്ട് കൊടുത്തു. r = 2 എന്നിട്ട് കൊടുത്തപ്പോ μ2' എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? 1/3 into b square plus ab plus a square കിട്ടി. ഇതല്ലേ ഇതുവരെയാണ് ഇന്നലെ ചെയ്തത് അല്ലേ? ഇനി നമുക്ക് വേരിയൻസ് കണ്ടുപിടിക്കണം. Variance of x, by definition we know that it is expected value of x square minus expected value of x the whole square. അല്ലേ? What is expected value of x square? Expected value of x square എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? μ2' അല്ലേ? e of x എന്ന് പറയുന്നതാണ് μ1'. So μ2' minus μ1' the whole square. μ2' എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 1/3 into b square plus ab plus a square minus μ1' എന്ന് പറഞ്ഞാൽ a plus b by 2 the whole square. ഇത് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്നതാണ് വേരിയൻസ് ഓഫ് എക്സ്. എഴുതൂ. We know that variance of x is equal to expected value of x square minus expected value of x the whole square. Expected value of x square minus expected value of x the whole square equal to μ2' minus μ1' the whole square. μ2' minus μ1' the whole square equal to 1/3 times b square plus ab plus a square. ഇവിടെ ബോർഡിലുണ്ട്. 1/3 times b square plus ab plus a square minus of a plus b by 2 the whole square. അത് സിംപ്ലിഫൈ ചെയ്യൂ. അത് സിംപ്ലിഫൈ ചെയ്തിട്ട് ഫൈനൽ ആൻസർ പറയുക കേട്ടാ. ബ്രാക്കറ്റ് മാറ്റി എക്സ്പാൻഡ് ചെയ്ത് അല്ലെ ടേംസ് ക്യാൻസൽ ചെയ്ത് പോവാണെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളഞ്ഞ് ഫൈനൽ ആൻസർ പറയാം. കേക്കണ്ടോ? 1/12 a plus b whole square മിസ് വരിക. 1/12 a plus b whole square അല്ല. അങ്ങോട്ടായിരുന്നോ ചെറിയ മിസ്റ്റേക്ക് വന്നത്? എല്ലാവർക്കും അതാണോ? ചെയ്ത് നോക്കുന്ന a square minus b square minus 2ab by 12 ആണ് മിസ്സേ. എത്ര? a square minus b square minus 2ab by 12 ആണോ? അതെന്താണ്? a square minus സ്ക്വയറോ? അല്ല a square minus b square അല്ലേ? a square minus b square minus 2ab അല്ല. 4b square 4b square ആണ്. എല്ലാവർക്കും അതൊക്കെയാണ് കിട്ടുന്നത്. നവനീത് ഉണ്ടോ? നവനീത്
നവനീതിനെ എപ്പോ വിളിച്ചാലും റെസ്പോണ്ട് ചെയ്യാറില്ലല്ലോ. എവിടെ പോവാ? 4 കൊണ്ട് ഈ 4 കൊണ്ട് ഇതിനെയും ഈ 3 കൊണ്ട് ഈ ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഹോൾ ഡിവൈഡഡ് ബൈ 12. അപ്പൊ എന്ത് വരും? 4 into b square plus ab plus a square minus 3 into a square plus b square plus 2ab whole divided by 12. 4 into 3 12. ഈ ബ്രാക്കറ്റ് മാറ്റുമ്പോ 4b square plus 4ab plus 4a square minus 3a square minus 3b square minus 6ab whole divided by 12. അല്ലേ? 4b square minus 3b square is b square. അതുപോലെ 4a square minus 3a square is plus a square plus 4ab minus 2a minus 6ab is minus 2ab whole divided by 12. ന്യൂമറേറ്റർ എന്താണ്? b minus a അല്ലെങ്കിൽ a minus b ഏതായാലും കുഴപ്പമില്ല. a minus b whole square by 12. ഇതാണ് വേരിയൻസ് ഓഫ് എക്സ്. യൂണിഫോം കണ്ടിന്യൂസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസ്. ഇതിലെന്താ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വെറുതെ എൽസി എടുക്കുക, ബ്രാക്കറ്റ് മാറ്റുക, ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ടേംസ് ക്യാൻസൽ ചെയ്യാത്തേ ഉള്ളൂ. എഴുതിയെടുക്കോ? എഴുതിയോ? ഓക്കെ. അടുത്തത് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ. മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ. മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്താ? ശ്രദ്ധിക്കുക. mxt എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ് കാണുന്നത്. സോ ബൈ ഡെഫിനിഷൻ mxt ഈസ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് e raised to dx. അല്ലേ? സോ ഇറ്റ് ഈസ് എക്സ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇന്റഗ്രൽ ഓവർ എക്സ് e raised to dx into f of x dx. അല്ലേ? ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ, നമ്മുടെ ഇവിടെ എക്സിന്റെ റേഞ്ച് a to b ആണ്. e raised to dx into 1 by b minus a dx. 1 by b minus a നമുക്ക് പുറത്തെടുത്താം. സോ ഇന്റഗ്രൽ a to b e raised to dx dx ഈക്വൽ ടു 1 by b minus a into e raised to dx നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ e raised to dx divided by എന്താ വരിക? p. അല്ലേ? within the limit a to b. So 1 by t into b minus a into x ന് ആദ്യം അപ്പർ ലിമിറ്റ് കൊടുത്താൽ e raised to bt minus e raised to lower limit കൊടുക്കുമ്പോൾ e raised to at. So moment generating function of the uniform distribution is 1 by t into b minus a times e raised to bt minus e raised to at provided t not equal to 0. കാരണം t ഡിനോമിനേറ്ററിൽ വരുന്നതുകൊണ്ട് t 0 ആവാൻ പാടില്ല. t 0 ആയാൽ ഈ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, ക്ലിയർ ആണോ? എഴുതോ? മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ. We know that mxt equal to expected value of e raised to dx equal to integral over x e raised to dx into f of x dx. ബാക്കി ബോർഡിലുണ്ട്, ബോർഡ് നോക്കി എഴുതാം.
എഴുതി. അടുത്തത് നെക്സ്റ്റ് പ്രോപ്പർട്ടി ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? e raised to itx. phi x of t. അല്ലേ? That is, it is defined as expected value of e raised to itx. ഇതേപോലെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ചെയ്ത പോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനും ചെയ്യാം. ചെയ്തോളൂ. മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ. We know that phi x of t equal to expected value of e raised to itx equal to integral over x e raised to itx into f of x dx. Equal to integral a to b e raised to itx into 1 by b minus a dx. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഈ ഇന്റഗ്രലിന് കിട്ടിയാ? ചെയ്തോ? വൺ ബൈ ബി മൈനസ് എനെ നമുക്ക് പുറത്ത് നിർത്താം. സോ ഇറ്റ് ബിക്കംസ് ഇന്റഗ്രൽ എ ടു ബി ഇ റേസ് ടു ഐ ടി എക്സ് ഡി എക്സ്. നൗ അല്ലേ? ദിസ് ഇസ് ഈക്വൽ ടു 1 by b minus a into e raised to itx by it within the limit a to b. So 1 divided by it into b minus a into limit കൊടുക്കുമ്പോൾ e raised to ibt minus e raised to iat whole divided by it into b minus a. ചെയ്തോ എല്ലാവരും? e raised to ibt minus e raised to iat divided by it into b minus a provided t not equal to 0. t not equal to 0 എന്നുള്ള കണ്ടീഷൻ അവിടെ വേണം കേട്ടോ. ചെയ്തോ? അടുത്തൊരു പ്രോബ്ലം എഴുതാ. അല്ല, അതിന് മുന്നേ ഒരു നോട്ടായി ചെയ്താ. A uniform or rectangular variate x on the interval open interval AB is written as പറയാം. A uniform or rectangular variate x. A uniform or rectangular variate x on the interval open interval AB is written as x follows uniform over open interval AB.
റെക്ടാങ്കുലർ എന്നുള്ളതിനെ നമ്മൾ ക്യാപിറ്റൽ R വെച്ച് ഡിനോട്ട് ചെയ്യുന്നു A, B. അതായത് ഇങ്ങനെ എഴുതിയാൽ ഇതിന്റെ അർത്ഥം എക്സ് ഫോളോസ് എ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓവർ ദ ഇന്റർവെൽ A, B, or X follows a rectangular distribution over the interval A, B. അതായത് നീട്ടി വലിച്ച് എഴുതുന്നതിന് പകരം ചുരുക്കി എഴുതുന്ന ഒരു നൊട്ടേഷൻ ആണിത്. എവിടെയെങ്കിലും ഇങ്ങനെ കണ്ടാൽ ഇതിന്റെ അർത്ഥം X is a random variable which follows uniform distribution over the interval AB, or X is a rectangular, uniform എന്ന് പറഞ്ഞാലും rectangular പറഞ്ഞാലും സെയിം ആണ്, rectangular distribution over the interval open interval AB. Okay. അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. If X is uniformly distributed, if X is uniformly distributed with mean 1, uniformly distributed with mean 1 and variance 4/3 and variance 4/3. Find probability that X less than 0. അതായത് എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിള് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. യൂണിഫോം മീൻ എന്ന് പറയുന്നത് 1 എന്ന് തന്നുണ്ട്. If X is uniformly distributed with mean 1 and variance 4/3. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ലെസ് ദാൻ 0. എങ്ങനെ ചെയ്യാം? എഴുതിയോ ക്വസ്റ്റ്യൻ? ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാം. നമ്മുടെ എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ യൂണിഫോമിനെ പറഞ്ഞിട്ടുള്ളൂ, ഏത് റേഞ്ച് ആണെന്ന് പറഞ്ഞിട്ടില്ല. അതായത് ഏത് ഇന്റർവെല്ലിന്റെ ഉള്ളിലാണ് അത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നതെന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ജനറൽ കേസ് ആയിട്ട് എക്സ് ഫോളോസ് യൂണിഫോം ഓവർ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിന്നോ ഓപ്പൺ ഇന്റർവെൽ എ ബിന്നോ ഏത് വേണമെങ്കിലും എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓപ്പൺ ഇന്റർവെൽ ആണ് പഠിച്ചിരിക്കുന്നത്, സോ നമ്മൾ ഓപ്പൺ ഇന്റർവെൽ എ ബി തന്നെ എടുത്തു. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? f of x equal to 1/b minus a, where a less than x less than b and 0 elsewhere. അല്ലേ? x എന്ന് പറയുന്നത് ഇപ്പൊ എഴുതണ്ട, ഇവിടെ ശ്രദ്ധിക്കുക. x എന്ന് പറയുന്നത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. സോ വി അസ്യൂം ദാറ്റ് x is a uniform variate over the interval open interval ab. Then its probability function is given by f of x is equal to 1/b minus a, where a less than x less than b and 0 elsewhere. അല്ലേ? ഇനി മീൻ എന്ന് പറയുന്നത് 1 എന്ന് തന്നിട്ടുണ്ട്. സോ ഇഫ് എക്സ് ഇസ് എ യൂണിഫോം വേരിയേറ്റ് ഓവർ ദ ഇന്റർവെൽ ഓപ്പൺ ഇന്റർവെൽ എ ബി, ദെൻ ഇറ്റ്സ് മീൻ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ജനറലി ഓഫ് എക്സ് ഈസ് a plus b by 2. അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ a plus b by 2 എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എന്താണ് തന്നിട്ടുണ്ട്? 1 എന്ന് തന്നിട്ടുണ്ട്. This implies a plus b is equal to 2. ഇതൊരു ഇക്വേഷൻ ആയിട്ട് കിട്ടി. അല്ലേ? ഇനി നമുക്ക് തന്നിട്ടുണ്ട് വേരിയൻസ് is equal to 4/3. So in general variance is b minus a whole square by 12. അതെന്ന് പറയുന്നത് 4/3 തന്നിട്ടുണ്ട്. അപ്പൊ അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? b minus a whole square is equal to 4 into 12 divided by 3. So 12 4 times. So b minus a whole square is equal to 16, which implies b minus a equal to plus or minus 4. This is equation number 2. Okay, ഇനി equation 1 and 2 സോൾവ് ചെയ്തിട്ട് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് probability that x less than 0 കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം probability that x less than 0 is integral minus infinity to 0 f of x dx ആണ് in general. അപ്പൊ ഇവിടെ നമ്മുടെ f of x എന്ന് പറഞ്ഞാൽ 1/b minus a ആണ്. അപ്പൊ b യും a യും എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് x is a uniform variate with mean 1 and variance 4/3, then find probability of x less than 0.
ഓക്കെ, അപ്പൊ നമുക്ക് ഏത് ഇന്റർവെല്ലിലാണ് യൂണിഫോം എന്ന് പറയത്തോണ്ട് വി അസ്യൂം ദാറ്റ് x is a uniform variate over the interval open interval ab, then its probability density function is given by f of x is equal to 1 by b minus a, where a less than x less than b and 0 elsewhere. So its mean എന്ന് പറയുന്നത് a plus b by 2 ആണ്. Here it is given that mean is equal to 1. So a plus b by 2 is equal to 1 implies a plus b equal to 2. Equation number 1 എന്ന് കൊടുത്തു. ഓൾസോ വേരിയൻസ് എന്ന് പറയുന്നത് 4/3 എന്ന് തന്നിട്ടുണ്ട്. സോ ബി മൈനസ് എ ഹോൾ സ്ക്വയർ ബൈ 12 ആണ് വേരിയൻസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ, വിച്ച് ഇസ് ഈക്വൽ ടു 4/3. സോ ബി മൈനസ് എ ഹോൾ സ്ക്വയർ 16 എന്ന് കിട്ടി. ബി മൈനസ് എ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 4 എന്ന് കിട്ടി. ഈ രണ്ട് ഇക്വേഷൻസും കൂടി സോൾവ് ചെയ്തിട്ട് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുക ആദ്യം. ഓക്കെ, ക്ലിയർ ആയോ ഇതുവരെ പറഞ്ഞത്? ക്ലിയർ ആണോ? ഓക്കെ, എഴുതൂ. let x follows let x follows ഇവിടെ ഉണ്ട്, ബോർഡിലുണ്ട്. യു എ ബി ഇന്റർവെൽ ഓപ്പൺ ഇന്റർവെൽ എ ബി. let x follows u open interval ab, so that f of x is equal to 1 by b minus a. f of x is equal to 1 by b minus a, where a less than x less than b and 0 elsewhere. Given that mean equal to 1 implies a plus b by 2 equal to 1. implies a plus b equal to 2. And equation number 1 എന്ന് കൊടുക്കുക. a plus b equal to 2 and equation number 1 എന്ന് കൊടുക്കുക. Also variance is equal to 4/3. Variance equal to 4/3 implies b minus a whole square by 12 equal to 4/3. Implies b minus a whole square equal to 16, which implies b minus a equal to plus or minus 4. In equation number 2 എന്ന് കൊടുക്കുക. ഇനി ആ ഇക്വേഷൻസ് 1 ഉം 2 ഉം സോൾവ് ചെയ്യുക. ഇപ്പൊ ബി മൈനസ് എ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 4 എന്ന് പറഞ്ഞാൽ ബി മൈനസ് എക്ക് രണ്ട് വാല്യൂസ് എടുക്കാം. ഒന്നില്ലെങ്കിൽ ഒരു വാല്യൂ എടുക്കുമ്പോൾ മാത്രമേ നമ്മുടെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷന് പറ്റിയിട്ടുള്ള, അതായത് അതിലെ എക്കും ബിക്കും പറ്റിയിട്ടുള്ള വാല്യൂ കിട്ടുള്ളൂ. അതെന്തുകൊണ്ടാ? ഇവിടെ നോക്കുക, ബി മൈനസ് എ ഈക്വൽ ടു 4 എന്ന് എടുത്തു കഴിഞ്ഞാൽ എയും ബിയും കിട്ടുമ്പോൾ എ മസ്റ്റ് ബി ലെസ് ദാൻ ബി. എയുടെ വാല്യൂ എന്ന് പറയുന്നത് ബിനെയും കാട്ടിലും ചെറുതായിരിക്കണം. അപ്പൊ ബി മൈനസ് എ ഈക്വൽ ടു 4 എന്ന് എടുത്തിട്ട് ചെയ്യുന്ന സമയത്ത് ബി മൈനസ് എ ഈക്വൽ ടു 4 എന്നെടുത്തിട്ട് ചെയ്യുന്ന സമയത്ത് എയുടെ വാല്യൂ ബിനെയും കാട്ടിലും ഗ്രേറ്റർ ആയിട്ട് കിട്ടുകയാണെങ്കിൽ ബി മൈനസ് എ എന്ന് പറയുന്നത് 4 ആവാൻ പറ്റില്ല. അപ്പൊ എന്തെടുക്കണം? -4 എന്നെടുക്കണം. ചിലപ്പോ -4 എടുക്കുമ്പോഴായിരിക്കും വലുതായിട്ട് വരിക. അപ്പൊ ഏത് വാല്യൂ എടുക്കുമ്പോഴാണ് എ ലെസ് ദാൻ ബി ആവുന്നത്, ആ വാല്യൂ ആയിരിക്കണം ബി മൈനസ് എക്ക് എടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? എന്നാ ചെയ്യൂ, ചെയ്തിട്ട് എയുടെയും ബിയുടെയും വാല്യൂ വരും.